പ്രിയമുള്ളവരെ, ഈ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ ഒരു ഹൃദയമുള്ളവനാണോ? മനുഷ്യനെ പോലെ ദൈവത്തിന് ഹൃദയമുണ്ടോ? അവൻ നമ്മെ പോലെ ചിന്തിക്കുന്നുണ്ടോ? നമ്മെപ്പോലെ വൈകാരിക സ്വഭാവമുള്ളവനാണോ? അവന് ദേഷ്യം വരുന്നുണ്ടോ? അവൻ ദേഷ്യപ്പെടുന്നുണ്ടോ? അവൻ ക്രൂരത കാണിക്കുന്നുണ്ടോ? അവൻ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടോ? അവൻ നമ്മളെ ശിക്ഷിക്കുന്നുണ്ടോ? അവൻ നമ്മളെ കൊന്നുകളയുന്നുണ്ടോ? അവൻ നമ്മളെ രോഗിയാക്കുന്നുണ്ടോ? ഈ ദരിദ്രനെയും പണക്കാരനെയും അവനാണോ സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയാണ് ദൈവം താൻ തൻ്റെ സാദൃശ്യത്തിൽ നിർമ്മിച്ച മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തിനാണ്? ഒരു വിഭാഗം ജനങ്ങളെ അവൻ വാനോളം ഉയർത്തുന്നു, ഒരു വിഭാഗം ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു, ഒരു വിഭാഗം ജനങ്ങളോട് അവൻ സഹതാപം കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു, കരുണ കാണിക്കുന്നു. മറ്റൊരു വിഭാഗം ജനത്തിനോട് അവൻ വളരെ ക്രൂരമായി പെരുമാറുന്നു, അവരെ ദ്രോഹിക്കുന്നു, ശിക്ഷിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ പോലെ പെരുമാറുന്നുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ചെയ്യുന്ന സ്വഭാവങ്ങളെല്ലാം മനുഷ്യൻ ചെയ്യുന്നതാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ സ്വഭാവമാണ്. മനുഷ്യൻ തൻ്റെ സഹോദരനെ അല്ലെങ്കിൽ തൻ്റെ സ്നേഹിതനെ എത്രമാത്രം ദ്രോഹിക്കാൻ കഴിയുമോ അത്രമാത്രം അവൻ ദ്രോഹിക്കുന്നു, അവനെ ചൂഷണം ചെയ്യുന്നു. വേണ്ടി വന്നാൽ അവനെ കൊല്ലാനും പഠിക്കുന്നില്ല. തൻ്റെ വിജയത്തിന് വേണ്ടി, തൻ്റെ നന്മയ്ക്ക് വേണ്ടി, തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവൻ സ്വന്തം പിതാവിനെ പോലും, മാതാവിനെ പോലും, സഹോദരങ്ങളെപ്പോലും കൊല്ലാൻ മടിക്കാത്തവനാണ് ഈ മനുഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനാണോ ഈ ദൈവം? നമ്മൾ ചിലരൊക്കെ പറയുന്നുണ്ട്, ഈ ദൈവത്തിനൊരു മനസ്സിൽ ഒരു ഹൃദയമില്ലേ? ചിലർ പറയും, ദൈവമേ നീ കാണുന്നില്ലേ എൻ്റെ കഷ്ടപ്പാടുകളെ, എൻ്റെ വിഷമങ്ങളെ, പ്രയാസങ്ങളെ നീ കാണുന്നില്ലേ? ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചോദിക്കും. അപ്പോൾ നാം ദൈവത്തെ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഇത്തരം ചോദ്യങ്ങളുള്ളത്. അതുപോലെ മറ്റ് എന്ത് ചെയ്യും, കുറേ ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവർ ദൈവത്തെ അന്വേഷിച്ച് പോവുകയാണ്. ദൈവം എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ ആണിവേര് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. മറ്റുള്ളവരാട്ടെ ദൈവം ഇല്ല എന്ന് സമർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് തെളിയിക്കാൻ നടക്കുകയാണ്. ഇങ്ങനെ രണ്ട് കൂട്ടർ വിഭാഗം. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ കണ്ടിട്ടില്ല ഇതുവരെ. നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ നാം കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ സാക്ഷാൽ ദൈവത്തെ കണ്ടവരായിട്ട് ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ പഠിച്ചിട്ടില്ല. എനിക്കറിയുമില്ല. ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യന് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. ദൈവത്തെ കേൾക്കണമെന്ന് വിചാരിച്ച് ദൈവത്തിന് വേണ്ടി പലതരത്തിലായ ഉപവാസങ്ങളും, അതായത് ഫാസ്റ്റിംഗ്, അതുപോലെ തന്നെ കഠിനമായ ദേഹോപദ്രവം, ഇതെല്ലാം
ചെയ്തുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? പഴയ ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞിട്ട് ദൈവം ചിലവർക്ക് പ്രത്യക്ഷപ്പെട്ടു, ദൈവം അവരെ അനുഗ്രഹിച്ചു, ദൈവം അവരെ തൊട്ട് സൗഖ്യമാക്കി, ദൈവം അവരോട് സംസാരിച്ചു. അല്ലേ? മോശയുടെ കാലത്തും അബ്രഹാമിൻ്റെ കാലത്തും അബ്രഹാമിൻ്റെ ഭവനത്തിൽ തന്നെ ദൈവം തൻ്റെ 2 ദൂതന്മാരുമായി ഭവനത്തിൽ തന്നെ പോയിട്ടുള്ളതാണ്. മറ്റ് പല സമയത്ത് മോശയോട് കൂടെ നടന്ന് സംസാരിച്ചു. ആനോക്കിനോട് ഇതേപോലെ ദൈവം സംസാരിച്ചു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ മനുഷ്യനോട് ദൈവം എന്താ സംസാരിക്കാത്തത്? ഇന്നത്തെ മനുഷ്യൻ ആ മനുഷ്യൻ തന്നെയല്ലേ? പഴയ കാലത്തെ മനുഷ്യൻ തന്നെയല്ലേ ഇന്നത്തെ മനുഷ്യനും? ഇന്ന് മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രവചനം ഉണ്ടാകുന്നില്ല, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ഉണ്ടാകുന്നില്ല. എന്താ ഇതിനൊക്കെ കാരണം? നാം ഓരോരുത്തർ ചിന്തിച്ച് കാണൂല്ലേ? പണ്ടത്തെ ദൈവം ഇപ്പോഴത്തെ ദൈവം തന്നെ അല്ലേ? ദൈവത്തിന് വല്ല മാറ്റമുണ്ടോ? പണ്ടത്തെ മനുഷ്യൻ തന്നെയല്ലേ ഇന്നത്തെ മനുഷ്യൻ? പണ്ട് മനുഷ്യൻ എന്തൊക്കെ ചെയ്തുവോ, അകൃത്യങ്ങൾ ചെയ്തുവോ, അക്രമങ്ങൾ ചെയ്തുവോ, ദുഷ്ടത പ്രവർത്തിച്ചുവോ, നന്മ പ്രവർത്തിച്ചുവോ, കരുണ കാണിച്ചുവോ, അതൊക്കെ തന്നെയല്ലേ ഇന്നും മനുഷ്യന് ചെയ്തു വരുന്നത്. ഒരു വ്യത്യാസവുമില്ല മനുഷ്യനിൽ. അപ്പോഴെന്തുകൊണ്ടാണ് ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ദൈവം നമ്മോട് സംസാരിക്കാത്തത്? പ്രാർത്ഥിച്ച് കരയുന്ന ദൈവം എന്തുകൊണ്ട് നമുക്ക് സൗഖ്യം തരുന്നില്ല, നമ്മളെ രോഗം സൗഖ്യമാക്കുന്നില്ല? നമ്മൊന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പേരിൽ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട്, ചതിച്ചുകൊണ്ട് പുരോഹിതന്മാർ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളുണ്ടല്ലോ, സഹിക്കാൻ വയ്യാത്ത അക്രമങ്ങൾ. അവർ ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസികളെ വഞ്ചിക്കുന്നത്. അങ്ങനെ ദൈവത്തെ തന്നെ വിറ്റ് കാശാക്കുന്ന ഒരു വിഭാഗമാണ് ഈ മനുഷ്യർ. അപ്പോൾ ആ മനുഷ്യനാണ് ദൈവത്തെ അന്വേഷിച്ച് പോകുന്നത്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതൊക്കെ. എന്നാൽ ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുള്ളത് എന്താണ്? ദൈവം ക്രൂരനല്ല, അക്രമിയല്ല, ദൈവം ആരെയും കൊന്നിട്ടില്ല, ദൈവം ഒരക്രമം ചെയ്തതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷെ ആരാണ് ദൈവം? പഴയ നിയമ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹൂദന്മാർ ചെയ്ത എല്ലാ അക്രമങ്ങളും, എല്ലാ കൊലയും എല്ലാം യഹോവ ചെയ്തതാണെന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം അവർ യഹോവയിലേക്ക് അർപ്പിച്ച്, യഹോവയിലേക്ക് തങ്ങളുടെ എല്ലാ പ്രവർത്തികളും യഹോവയിലേക്ക് അർപ്പിച്ചിട്ടാണ് അവർ പറയുന്നത്. അല്ല, യഹോവയുടെ യുദ്ധഭൂമിയിൽ വന്ന് അവരോട് യുദ്ധം ചെയ്തിട്ടില്ല, ആരോട് യുദ്ധം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ക്രൂരനല്ല, അക്രമിയല്ല, അവൻ ദ്രോഹിയല്ല, ചതിയനല്ല, വഞ്ചകനല്ല, ഒന്നുമല്ല. പിന്നെ അവൻ മനുഷ്യനുമല്ല. അവൻ ആരാണ്? എനിക്കറിയില്ല. ഞാൻ കാണാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് കാണാത്ത ഒരു ശക്തിയിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അതിനെന്താ കാരണം? അതിൽ ബൈബിളിലെ ചില വചനങ്ങൾ തന്നെയാണ്. എന്തായാലും അതിൽ പറഞ്ഞത്, അവൻ മഹാകരുണയും ദീർഘക്ഷമയും വിശ്വസ്തയുമുള്ളവനാണ്. അല്ലെങ്കിൽ ഈ പാപികളായ ദുഷ്ടരായ നാം ഈ ലോകത്തിലുണ്ടാകുമോ? നാം ചെയ്ത അക്രമങ്ങൾക്ക് നാം ചെയ്ത് കൂട്ടുന്ന കുറ്റങ്ങൾക്ക് ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമോ? ഉണ്ടാവില്ല, ഒരുത്തനും ജീവിച്ചിരിക്കില്ല. അപ്പോൾ ദൈവം മഹാകരുണയും ദീർഘക്ഷമയും വിശ്വസ്തയുമുള്ളവനാണ്.
അവനെപ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും തൻ്റെ കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്ക ശിക്ഷ നമുക്ക് നൽകുന്നതുമില്ല. അതാണ് ദൈവം അതാണ്. അപ്പം അങ്ങനെയുള്ള ദൈവമാണ് നാം വിശ്വസിക്കുന്ന ദൈവം എന്നാണ് സങ്കീർത്തനം പറയുന്നത്. സങ്കീർത്തനം 103 അതിൽ 9, 10, 11 വായിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അതാണ് മറ്റൊരു വാക്യം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതാണ് നീ വിമർശിച്ചുകൊണ്ട് ദൈവത്തെ വിമർശിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യാൻ നടക്കുകയും നിൻ്റെ ദൈവത്തെ പുച്ഛിച്ച് പരിഹസിക്കൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് നിൻ്റെ ദൈവത്തെ എങ്ങനെ അനുഭവിക്കാൻ കഴിയുക? വിശ്വസിച്ചാൽ നീ ദൈവത്തെ കാണും. അപ്പോൾ വിശ്വാസമുള്ളവർക്ക് ദൈവത്തിൻ്റെ നന്മകളും കരുണയും കൃപയും ലഭിക്കും. ഒരു സംശയം വേണ്ട. അവൻ കുറ്റങ്ങളും കുറവൊന്നും ചെയ്യാതെ അവൻ്റെ എല്ലാ വഴികളിലും ദൈവം അവനെ സത്യത്തിലും നീതിയിലും വഴി നടത്തും. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നാം അറിയാൻ ശ്രമിക്കുന്നതും അവനെ കാണാൻ വ്യാമോഹിക്കുന്നതൊക്കെ വ്യർത്ഥമാണ്. ആർക്കും കഴിയില്ല. എന്താണ് കാരണം? ദൈവം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ദൈവം മനുഷ്യനാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് നമുക്കറിയില്ല. ഇന്ന് വരെ ദൈവം ആർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആ ദൈവത്തെ നമുക്ക് കാണണം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വ്യാമോഹമാണോ, ധിക്കാരമാണോ, അഹങ്കാരമാണോ ഒന്നും എനിക്കറിയില്ല. ഒന്നേ എനിക്കറിയുള്ളൂ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.